ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾസ്. അപ്പോൾ നമ്മളിന്ന് ഷോപ്പിങ്ങിനായിട്ട് വന്നിരിക്കുകയാണ് 7-Eleven. അപ്പോൾ നമ്മൾ ഇന്ത്യൻ സ്റ്റോറിൽ നിന്നാണ് കുക്കിങ്ങിനായിട്ടുള്ള എല്ലാ സാധനങ്ങളും വാങ്ങുന്നത്. അത് ഇവിടെയാണ് നമുക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി, ചുമ്മാ എല്ലാം നോക്കിയിട്ട് പോകാതെ കരുതി. ഭയങ്കര വിലയാണ്, പക്ഷേ എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. നമ്മുടെ ബേക്കറി ഐറ്റംസ്, ഫ്രൂട്ട്സ്, സലാഡ്സ് എല്ലാം ഉണ്ട്. ഇല്ലാത്തൊന്നുമില്ല. ഇത് സലാഡാണ്. ഇവിടെയുള്ള ആളുകൾ കുക്ക് ചെയ്യാറില്ല മാക്സിമം. ഇങ്ങനെ സാലഡ് അങ്ങനെയുള്ള കുറേ ഇങ്ങനെ പാക്കറ്റിൽ വെച്ചിരിക്കും. അത് പോയി എടുത്തിട്ട് അത് അവർ കഴിക്കുക ചെയ്യാറ്. മാക്സിമം എല്ലാവരും അങ്ങനെ ചെയ്ത്. ഭയങ്കര വർക്കഹോളിക്കാണ്. പേരൻസ് ഇപ്പം അമ്മ അച്ഛനും ഒരു വീട്ടിലുണ്ടെങ്കിൽ അവർ രണ്ടുപേരും വർക്കിങ്ങിന് പോകും. വൈകുന്നേരം 7-Eleven വന്നിട്ട് അല്ലെങ്കിൽ ഹോട്ടലിൽ പോയിട്ട് വാങ്ങിയിട്ട് കുട്ടികൾക്ക് കൂടെ പോയി കഴിക്കും. അങ്ങനെ ചെയ്യാറ്. പിന്നെ ഡ്രിങ്ക്സ്, എല്ലാ ഡ്രിങ്ക്സും ഉണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും, നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെടത്തില്ല. ഇത് പിന്നെ സ്ട്രോബെറി മിൽക്ക് ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ കഴിക്കാറുള്ളൂ. ഇതൊക്കെയാണ് വിലക്കുറവുള്ള സാധനങ്ങൾ. ബിയർ എല്ലാ ബ്രാൻഡ്സും ബിയറും ഉണ്ട് ഇവിടെ. ഐസ്ക്രീംസ്, പുഡിങ്സ്, കേക്ക്, ഇത് കണക്കുള്ള സ്വീറ്റ് ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇത് ഞാൻ വാങ്ങി. ഈ കാണുന്ന കേക്ക്, ഇതും എനിക്കിഷ്ടപ്പെട്ട്. നമ്മൾ സ്വീറ്റ്സിൻ്റെ ആളാണല്ലോ, അപ്പോൾ പിന്നെ അതും വാങ്ങി. പിന്നെ നമ്മുടെ ചോക്ലേറ്റ്സ് അതും വാങ്ങുമല്ലോ ഓഫ് കോഴ്സ്. ഇതിങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച്. പിന്നെ സ്നിക്കേഴ്സ്, വിഷപ്പകറ്റു. അത് കഴിഞ്ഞിട്ട് അവിടെ ഫുള്ളായിട്ട് നോക്കി. ചോക്ലേറ്റ് ഐറ്റംസ്, പിന്നെ ചിപ്സ്, പിന്നെ ഈ ഹെഡ്സെറ്റ് എല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ ഇത് ബിയർ എന്ന് പറഞ്ഞാൽ എല്ലാ ഐറ്റംസ് ബിയറും ഉണ്ട്. തായ്വാനീസ് ബിയറാണ് ഏറ്റവും കൂടുതൽ കുടിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ ചായക്കാല വിലക്കുറവ് ബിയറിനാണ്. 40 രൂപയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് മാക്സിമം എല്ലാവരും കഴിക്കും. അപ്പോൾ ഗേൾസ് ബോയ്സ് അങ്ങനെയൊന്നുമില്ല. നമ്മളവിടെ ഒക്കെ പോയിട്ട് ചിപ്സൊക്കെ എടുത്ത് നോക്കി. പിന്നെ ഇൻസ്റ്റൻറ്റ് നൂഡിൽസ്, അതാണ് മാക്സിമം എല്ലാവരും കഴിക്കാറ്. പിന്നെ നമ്മുടെ ഇഷ്ടപ്പെട്ട ലേസ്, അത് പിന്നെ നമ്മൾ വാങ്ങുമല്ലോ. ലേസ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേണ്ടി പോകുന്നത് തന്നെ അതിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെയുള്ള ഡ്രിങ്ക്സ്, എല്ലാ തരം ഡ്രിങ്ക്സും ഉണ്ട്. നോർമൽ വാട്ടർ എല്ലാം ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെക്കും. ഇത് കോക്കക്കോള എടുത്ത്, പക്ഷേ അത് ഞാൻ വെച്ചപ്പോഴത്തേക്ക് അത് ഫുൾ താഴെ വീണ്. പിന്നെ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ പോയിരുന്നാലും കാണാതെ. അത് കഴിഞ്ഞിട്ട് ഇതാണ് ഞാൻ പറഞ്ഞ ഫുഡ്സ്. അവിടുത്തെ ബീഫ്, ചിക്കൻ, പോർക്ക് എല്ലാം ഇങ്ങനെ പാക്കറ്റിലാക്കി അവർ വെക്കും. അപ്പോൾ നമ്മൾ സലാഡെല്ലാം അതിനകത്ത് ഉള്ളിൽ കാണും. അതെല്ലാം നമുക്ക് അത് ഡിന്നറായിട്ട് വാങ്ങിക്കും ആളുകൾ. ഇത് നമ്മുടെ കപ്പലണ്ടി ഉണ്ടല്ലോ, വറുത്ത കപ്പലണ്ടി, അത് ഞാൻ വാങ്ങി. അത് നമ്മൾക്ക് ഇഷ്ടപ്പെടും. ഇങ്ങനെയുള്ള ചിപ്സ്. അത് കഴിഞ്ഞ് അവിടെ ഫുള്ള് ഒന്ന് വരവിട്ട് വീട്ടിൽ പോകാനുള്ള പ്ലാനിങ് ആയിരുന്നു. പക്ഷേ എനിക്ക് അവിടെ നിന്ന് വരാനേ തോന്നിയില്ല. പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും എനിക്ക് എന്തെങ്കിലും വാങ്ങിത്താന്നൊക്കെ പറഞ്ഞിട്ട് ഈ സ്ട്രോബെറി മിൽക്ക് വാങ്ങിക്കാൻ വേണ്ടി വന്നു. പക്ഷേ അതും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു പാല്, പച്ച സ്ട്രോബെറിയുടെ മണം വരും. അതുകൊണ്ട് ഒരു വർഷം കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് വേണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. എന്ത് വാങ്ങും. അവസാനം പറഞ്ഞു ബിയർ വാങ്ങുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നോ വേണ്ട, എനിക്ക് ബിയർ വേണ്ട, ബിയറെല്ലാം കഴിക്കാൻ പറ്റത്തില്ല. ശരി, വേറെ എന്തെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക്സ് തന്നെ വാങ്ങാം. ഭയങ്കര ദാഹമായിരുന്നു. അപ്പം ഭയങ്കര ചൂട്, അതിൻ്റെ കൂടെ ദാഹം. അത് കഴിഞ്ഞ് പിന്നെ ഈ സംഭവം വാങ്ങിച്ചു ഞാൻ. നമ്മുടെ ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിരുന്നു, പക്ഷെ കൊള്ളായിരുന്നു. ഇത് 7-Eleven വന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് എല്ലാം അൺപാക്ക് ചെയ്ത്, നമ്മൾ വന്നതുകൊണ്ട് അൺപാക്ക് ചെയ്യലാണ് നമ്മുടെ സ്ഥിരം പരിപാടി. ഇല്ലെങ്കിൽ നമുക്കൊരു സമാധാനം കിട്ടത്തില്ല. അത് കഴിഞ്ഞാലേ ചോറ് പോലും കഴിക്കാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് എല്ലാമേ തുറന്ന് നോക്കി. നമ്മുടെ അരി, ഇത് ഉഴുന്ന്, പൊട്ടുകടല ചമ്മന്തിക്ക്, ബസുമതി റൈസ്. അത് കഴിഞ്ഞ് നട്ട്സ്, ഞാൻ പറഞ്ഞില്ല ഹെൽത്തി ഡ്രിങ്കിന് വേണ്ടിയിട്ട് നട്ട്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഭയങ്കര വില എല്ലാത്തിനും. അത് കഴിഞ്ഞിട്ട് നട്ട്സ് എല്ലാം എടുത്ത് ഓരോരോ പാക്കറ്റിൽ സെപ്പറേറ്റ് പാക്ക് ചെയ്ത് വെച്ച്. അത് കഴിഞ്ഞ് അരി നമ്മുടെ ബസ്മതി റൈസ്, അതാണ് ഇപ്പം എൻ്റെ ഫേവറേറ്റ്. എനിക്കിപ്പോൾ നമ്മുടെ ചോറിനേക്കാൾ ഇതാണ് ഇഷ്ടപ്പെടുന്നത്, കഴിക്കുന്നതും കൂടുതൽ. പിന്നെ ടീ, എല്ലാത്തിപ്പം ജീവിക്കാൻ വയ്യുന്നതായി. അപ്പോൾ ഇദ്ദേഹമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ സ്പോൺസർ. പാവമല്ല, കാശ് കൊടുത്തോളൂ. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.